മലയാള സിനിമയിൽ ഒരു പീക്ക് സ്പാർക്ക് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. കുറേ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഒരു നല്ല സൂപ്പർ ഹീറോ മൂവി പോലെ തോന്നി. ഇങ്ങനെ ചേച്ചി ഫസ്റ്റ് ഫേമസ് സൂപ്പർ ഹീറോ മൂവിയല്ലേ, ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അടിപൊളി മൂവിയാണ്. അടിപൊളി ഹോളിവുഡിലെ നല്ല വിഷ്വൽസ്, നല്ല സിനിമാറ്റോഗ്രാഫി, കാണാൻ നല്ല രസമാണ്. എല്ലാം കാണണം. എനിക്ക് സാധാരണ പുതിയ പടത്തോട് അത്ര താല്പര്യമില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് എല്ലാം നല്ല പീക്ക് ലെവലാണ്. ഇതിനെ വെല്ലുന്ന ഒരു മേക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. ഇല്ല, ഞാൻ വാമ്പയർ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു ലെവലിൽ മീൻസ് ഇമ്മോർട്ടൽ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. അതൊരു നല്ല എക്സ്പെരിമെൻ്റ് ആണ്, നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മലയാളത്തിന് ഇനി കുറച്ചും കൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അപ്പീൽ വരാൻ ഈ സിനിമ ഉണ്ടാവുന്നു. ഇതുപോലത്തെ ഇനി മൂവീസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ഒരു സിനിമ ഇതുവരെ മലയാളത്തിൽ കാണാൻ പറ്റിയിട്ടില്ല, അതും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല കാസ്റ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. കൊള്ളാം, നന്നായിരുന്നു. എനിക്ക് സാധാരണ പുതിയ പടത്തോട് അത്ര താല്പര്യമില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. മലയാള സിനിമയിൽ ഒരു പീക്ക് സ്പാർക്ക് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. കുറേ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഒരു നല്ല സൂപ്പർ ഹീറോ മൂവി പോലെ തോന്നി. ഇങ്ങനെ ചേച്ചി ഫസ്റ്റ് ഫേമസ് സൂപ്പർ ഹീറോ മൂവിയല്ലേ, ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അടിപൊളി മൂവിയാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും പോവാണ്. എല്ലാവരും കാണണം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കാണണം. അടിപൊളി ഹോളിവുഡിലെ നല്ല വിഷ്വൽസ്, നല്ല സിനിമാറ്റോഗ്രാഫി, കാണാൻ നല്ല രസമാണ്. എല്ലാം കാണണം. ക്യാമറസ് അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വന്നു പോലെ നല്ല രസമായിരുന്നു. 30 കോടി എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസം. നമ്മൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. കൊള്ളാം, കൊള്ളാന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ വന്നത്. കിടലാണ്, അതുകൊണ്ടാണ് രണ്ടാമത്. മേക്കിംഗ് എല്ലാം നല്ല പീക്ക് ലെവലാണ്. ഇതിനെ വെല്ലുന്ന ഒരു മേക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. കൊള്ളാം, ഒരു ഹോളിവുഡ് ലെവലാണ് തോന്നിയത് കണ്ടു കഴിഞ്ഞപ്പോൾ. നല്ല ക്യാമിയോസ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, ആക്ഷനൊക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാം കൊള്ളാം, നല്ല അഭിനയമാണ്, അടിപൊളിയാണ്. സൂപ്പർ അടിപൊളി 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 സൂപ്പർ അടിപൊളി. എല്ലാം ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി സിനിമ. ഏതാ മേക്കിംഗ് അടിപൊളി, ഒരു രക്ഷയില്ല. മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ആൻഡ് അതൊരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡിൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഐ തിങ്ക് അതൊരു നല്ല എക്സ്പെരിമെൻ്റ് ആണ്, നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മലയാളത്തിന് ഇനി കുറച്ചും കൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അപ്പീൽ വരാൻ ഈ സിനിമ ഉണ്ടാവുന്നു. സൂപ്പർ സിനിമ, ഒരു ക്വാളിറ്റി, നല്ല ക്വാളിറ്റി അല്ല. നമ്മൾ മാർവൽ, നമ്മൾ ഈ സിനിമ ഈ ഇംഗ്ലീഷ് മൂവീസിൽ കാണുമ്പോഴത്തെ അങ്ങനത്തെ അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത സിനിമയ്ക്ക് വേണ്ടി നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി, നല്ല നല്ല നെസ്ലിനും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും അടിപൊളി. സൂപ്പർ, കുഴപ്പമില്ല, നല്ല പടമാണ്. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. കൊള്ളാം, നല്ല പടം, നൈസ് മൂവി, കൊള്ളാം, നല്ല പടം. അടിപൊളി. ഇല്ല, ഞാൻ വാമ്പയർ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു ലെവലിൽ മീൻസ് ഇമ്മോർട്ടൽ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, നല്ലതാണ്. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. സൂപ്പർ, ഒരു മാർവൽ യൂണിവേഴ്സ് പോലെ ഉണ്ട്. അടിപൊളി, വേറെ ലെവലിലോട്ടായി. അടിപൊളി പടം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. ലോകയാണ് ഞാൻ കണ്ടിരുന്ന. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ടെക്നിക്കലി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മൂവി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇനി മൂവീസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ലോക നല്ലോണം ഇഷ്ടപ്പെട്ടു. ശരിക്കും സിനിമയുടെ ആ ഒരു ഇത് മാത്രമല്ല, ഇപ്പം ഈ സിനിമ മാത്രമായിട്ടല്ല, ഇനി അടുത്തൊരു ചാപ്റ്റർ കൊണ്ടുവന്നാലും ഇതിൽ ഇഷ്ടംപോലെ സിനിമ ഇനി എടുക്കാം. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസാണ് അത് പറയാനുള്ളത്. ശരിക്കും നല്ലോണം എൻജോയ്. ഇങ്ങനെ ഒരു സിനിമ ഇതുവരെ മലയാളത്തിൽ കാണാൻ പറ്റിയിട്ടില്ല, അതും ഇഷ്ടപ്പെട്ടു.